നമുക്കൊരു 1.25 കിലോ കൊഴുവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പീര വയ്ക്കാം. അപ്പോൾ ഉള്ളി, വെളുത്തുള്ളി 2-3 എണ്ണം, ഒരു 5-6 പച്ചമുളക്, വേപ്പില, ഇഞ്ചി, പിന്നെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത്, 1.25 കിലോ നത്തോലി അല്ലെങ്കിൽ കൊഴുവ, പിന്നെ ഒരു ചെറിയ നാളികേരം ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനിയിപ്പോൾ ഞാൻ ആ ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒക്കെ കൂടി ചതച്ചെടുക്കുകയാണ്. ഇത് സ്വല്പം വേപ്പിലയും കൂടി ഞാൻ ചതച്ചതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നാളികേരം ചതച്ച് വേറെ ഞാൻ കൊണ്ടുവരും. ചതയ്ക്കാന്ന് പറഞ്ഞാൽ അതൊന്ന് ഒതുക്കുക മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഇനി നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആദ്യം തന്നെ നത്തോലി ഇട്ട് കൊടുക്കും. കൊഴുവ ഇതൊരു 1.25 കിലോ ഉണ്ട്. അത് 1.25 കിലോ ഉണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ കഴുക്കൊക്കെ കളഞ്ഞ് ക്ലീനാക്കി വന്നപ്പോൾ ഒരു 1.25 കിലോ ഉണ്ട്. ആദ്യം തന്നെ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിലർ ഇതിലേക്ക് മുളക് പൊടി ചേർക്കില്ല. എനിക്ക് ചേർക്കാം. അപ്പോൾ മുളകൊക്കെ ഒന്ന് ചൊടി ഉണ്ടാവണമെന്ന് എനിക്ക്. ഒരു 5-6 പച്ചമുളക് ഞാൻ ഇതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ചതിൽ ചേർക്കണം. വെളുത്തുള്ളി ഒന്നും അധികമായി പോകരുത്. ഒരു 3 വെളുത്തുള്ളിയേക്കാളും കൂടുതലാവരുത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ വേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. അധികം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല, കാരണം ഈ മീൻ അധികം വേവില്ല. ഒരു 5 മിനിറ്റ് നന്നായി അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേവാവുന്നുള്ളൂ. ഇനി അതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ച നാളികേരം ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മിക്സിയുടെ ജാറ് കഴുകിയതൊന്ന് ഒഴിച്ച് കൊടുക്കും. മിക്സിയുടെ ജാറ് കഴുകിയത് ഒരു സ്വല്പം വെള്ളം ചേർത്താൽ മതി, ഒരു 1/4 ഗ്ലാസ് വെള്ളം. അതിന് ശേഷം അത് മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തീ ഓണാക്കാം. അത് ഫുള്ളിൽ വയ്ക്കാം. ഒന്നാമത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഒരു മീഡിയത്തിലിട്ടിട്ട് നമുക്ക് ഇളക്കി പറ്റിച്ചെടുക്കാം. മൂടി കിടന്ന് വേവട്ടെ. പറ്റി വരുമ്പോൾ ഇളക്കി നമുക്ക് അതിൻ്റെ പറ്റിച്ചെടുക്കാം. പായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ സ്വല്പം വേപ്പില ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മതി. അപ്പോൾ നമ്മൾ പറ്റിച്ചെടുത്ത കൊഴുവ റെഡി ആയിട്ടുണ്ട്. കൊഴുവ പീര വെച്ചതാണിത്. അപ്പോൾ അതിലൊട്ടും വെള്ളമില്ല. നമ്മളിങ്ങനെ എടുക്കുക. അധികം ഇളക്കാൻ പോയാലത് പൊട്ടുക. അതാണ് ഞാൻ പിന്നെ വലിയ ഇളക്കാത്തത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കൊഴുവ പീര വെച്ചത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.